എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. വഖഫ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലം മുതൽ ഇന്ത്യയിൽ വഖഫ് സിസ്റ്റം നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർ 1913 വഖഫുമായി ബന്ധപ്പെട്ട ആദ്യത്തെ നിയമം കൊണ്ടുവരുന്നത്. ദ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്നാണ് അതിന്റെ പേര്. 1923 ദ മുസൽമാൻ വഖഫ് ആക്ട് നിലവിൽ വരുന്നു. സ്വാതന്ത്ര്യാനന്തരം 1954 ദ സെൻട്രൽ വഖഫ് ആക്ട് ഇന്ത്യ ഗവൺമെന്റ് പാസാക്കി. ഈ നിയമം അനുസരിച്ചാണ് സംസ്ഥാന തലത്തിൽ വഖഫ് പ്രോപ്പർട്ടികളെ കൃത്യമായി മാനേജ് ചെയ്യുവാൻ സംസ്ഥാന വഖഫ് ബോർഡുകൾ രൂപീകൃതമാകുന്നതും കേന്ദ്രത്തിൽ സെൻട്രൽ വഖഫ് കൌൺസിൽ രൂപീകൃതമാകുന്നതും. 1995 1954 ദ സെൻട്രൽ വഖഫ് ആക്ട് മാറ്റിക്കൊണ്ട് വഖഫ് ആക്ട് നിലവിൽ വരുന്നു. 2013 വഖഫ് ആക്ട് വലിയൊരു ഭേദഗതി കൊണ്ടുവരുന്നു. ഏകദേശം 32 സംസ്ഥാന വഖഫ് ബോർഡുകളാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് ഉള്ളത്. ഈ വഖഫ് ബോർഡുകളുടെ കീഴിലായി ഏകദേശം 8.7 ലക്ഷം പ്രോപ്പർട്ടികളാണുള്ളത്. ഏകദേശം 9.4 ലക്ഷം ഏക്കർ പ്രോപ്പർട്ടിയാണ് ഈ വഖഫ് ബോർഡുകളുടെ കീഴിലുള്ളത്. ഇന്ത്യൻ റെയിൽവേക്കും ഇന്ത്യൻ ആർമിക്കും ശേഷം ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി കൈവശമുള്ളത് വഖഫ് ബോർഡുകൾക്കാണ്. എന്തുകൊണ്ടാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നതെന്നും ഏതൊക്കെ ഭേദഗതികളാണെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.